മതിയോ? മതി. മോളിങ്ങനെ പേടിക്കാതെ. ഇതൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. ആശുപത്രിക്കാര് അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും. അല്ലാതെ വേറെ ഒരു പ്രശ്നവും മോൾക്കില്ല. കുഞ്ഞിനെന്തോ കോംപ്ലിക്കേഷൻ ഉണ്ടെന്നല്ലേ അവര് പറഞ്ഞേ? അല്ല, അവർക്ക് എന്താ പറഞ്ഞുകൂടാത്തെ? പുറത്തേക്ക് വരേണ്ട സമയമാകുമ്പോ കുഞ്ഞ് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അതിനെ തടഞ്ഞു വെക്കാൻ ഈശ്വരനല്ലാതെ വേറെ ആർക്ക് സാധിക്കില്ല. ഇപ്പോഴല്ലേ ഈ ആശുപത്രിയും ഓപ്പറേഷനൊക്കെ വന്നത്. അതിനൊക്കെ മുമ്പ് പെണ്ണുങ്ങൾ പ്രസവിക്കാറില്ലേ? ആർക്കും ഒരു കുഴപ്പമുണ്ടാവാറില്ലല്ലോ. രാവിലെ പ്രസവിച്ചിട്ട് ഉച്ചയ്ക്ക് പെണ്ണുങ്ങൾ പണിക്ക് പോവായിരുന്നു. ഇപ്പൊ അതൊന്നും അല്ലല്ലോ. കീറലും മുറിക്കലും തുന്നിക്കെട്ടലും എന്ന് വേണ്ട എന്തൊക്കെ പരിപാടികളാ. ഇന്ദ്രൻ വന്നോ? വേണ്ട, എഴുന്നേക്കണ്ട, കിടന്നു. ശരീരല്ലേ? അല്ല, ഇന്ദ്രൻ ഇരിക്കെ. ഹർഷ ഭയങ്കര ടെൻഷനിലാണെന്നുള്ള വിഷമത്തിലാ രവി. എന്തിനാ വെറുതെ ടെൻഷനാവുന്നേ? അത് ഇന്ദ്ര, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നീയും കൂടെ ഒന്ന് പറ. അതെ ഇന്ദ്ര, ഇന്ദ്രൻ പറഞ്ഞ ഹർഷയ്ക്ക് അത് മനസ്സിലാവും. എന്തിനാ രവിയെ വിഷമിപ്പിക്കുന്നേ? ഹർഷ വിഷമിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ ഈശ്വരൻ തരും. ഇന്ദ്രൻ കുറച്ചു നേരം ഇവിടെ കാണില്ലേ? കാണും. എന്താ രവി? അല്ല, ഇന്ദ്രൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കുഞ്ഞുമേയും കൂട്ടി പുറത്തുപോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. അതിനെന്താ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഉണ്ടാവും. എന്നാ വാ കുഞ്ഞുമേ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. പോട്ടെ മോളെ, നിങ്ങളോട് സംസാരിച്ചിരിക്കേ. ഞങ്ങൾ പോയി.